ഗ്ലെൻഫിനാൻ വയഡക്റ്റ്. സ്കോട്ടിഷ് ഹൈലൻഡ്സിൻ്റെ സൗന്ദര്യത്തിനിടയിൽ അകമ്പടി പുലർത്തി തലയുയർത്തി നിൽക്കുന്ന ഗ്ലെൻഫിനാൻ വയഡക്റ്റ് വിക്ടോറിയൻ കാലഘട്ടത്തിൻ്റെ അതിസുന്ദരമായ ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമാണിത്. 1000 അടി ഏകദേശം 305 മീറ്റർ നീളമുള്ള 21 മനോഹരമായ കുറുക്കുപാലങ്ങളുള്ള ഈ സ്മരണീയമായ കെട്ടിടം വെസ്റ്റ് ഹൈലൻഡ് ലൈൻ ട്രെയിൻ പാതയിലൂടെ ഫോർട്ട് വില്യം മുതൽ മലേഗ് വരെ യാത്ര ചെയ്യുന്നു. ആയിരത്തി 1898 ഈ പാലം നിർമ്മിക്കപ്പെട്ടത്. പ്രശസ്ത നിർമ്മാതാവായ സർ റോബർട്ട് മാക് ആൽപീൻ ആണ് ഇതിൻ്റെ രൂപകൽപ്പന നിർവഹിച്ചത്. ആ കാലത്ത് മാസ് കോൺക്രീറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ച ഏറ്റവും വലിയ റെയിൽവേ പാലങ്ങളിലൊന്നായത് ഒരു അതിമഹത്തായ സാങ്കേതിക വിദ്യയായിരുന്നു. 50 അടി ഉയരത്തിൽ പ്രകൃതിയുമായി യഥാർത്ഥത്തിൽ ലയിച്ചു പോകുന്ന രീതിയിലുള്ള വളവുകളുള്ള രൂപകൽപ്പന ഇതിനുണ്ട്. ഗ്ലെൻഫിനാൻ വയാഡക്റ്റ് എന്ന ഈ പാലം വെറും ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം മാത്രമല്ല, ഇത് ചരിത്രത്തിലും സംസ്കാരത്തിലും സിനിമയിലും ഒരേപോലെ സ്ഥാനം പിടിച്ചിരുന്നു. 1745 ബോണി പ്രിൻസ് ചാർലി ബ്രിട്ടീഷ് സിംഹാസനം വീണ്ടെടുക്കാനുള്ള ധീരശ്രമത്തിൻ്റെ ഭാഗമായി യാക്കോബായ സേനയെ ഒരുമിപ്പിച്ച സ്ഥലത്തിനടുത്താണ് ശാന്തമായ ലോച്ച് ഷീലിന് അഭിമുഖമായി ഈ വയാഡക്റ്റ് നിലകൊള്ളുന്നത്. പലർക്കും ഈ വയാഡക്റ്റ് ഹാരി പോട്ടർ പാലം എന്നാണ് ഏറ്റവും പ്രസിദ്ധമായി അറിയപ്പെടുന്നത്. ഹോഗ്വാർട്സ് എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ജേക്കബൈറ്റ് സ്റ്റീം ട്രെയിൻ പ്രിയപ്പെട്ട സിനിമകളിൽ കാണുന്നത് പോലെ മൂടൽ മഞ്ഞുള്ള ഗ്ലെൻസുകളിലൂടെ മാന്ത്രിക യാത്ര നടത്തുന്നത് ഇവിടെയാണ്. ആയിരക്കണക്കിന് സന്ദർശകർ ഈ ഐക്കോണിക് ലാൻഡ്മാർക്കിലേക്ക് എത്തുന്നു. ചരിത്രത്തിൻ്റെ ഒരു ഭാഗം, എഞ്ചിനീയറിംഗിൻ്റെ ഒരു വൈഭവം, സിനിമാറ്റിക് മാജിക് എന്നിവയുടെ ഒരു സ്പർശം എന്നിവ കാണാൻ ആകാംക്ഷയോടെ ഒരുപാട് ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഈർപ്പം നിറഞ്ഞ മഴയിലൂടെയും മഞ്ഞു പെയ്തു മൂടിയ മൗനരാത്രികളിലൂടെയും 120 വർഷത്തിലേറെയായി ഈ വയാഡക്റ്റ് അഹങ്കാരത്തോടെ തലയുയർത്തി നിൽക്കുന്നു.